ചേച്ചീന്റെ മോളുടെ ബർത്ത്ഡേ ആവാനായി. അപ്പൊ ഞങ്ങളിത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ട്ടോ. അപ്പൊ ഞങ്ങളുടെ കൂടെ ദേ തനുവും അമ്മും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. എന്നാ പിന്നെ കൊണ്ടോകാന്ന് വിചാരിച്ചു. തനുക്കുട്ടിക്കാണെങ്കിലും ഞങ്ങൾ ഓട്ടോയിലാണ് പോണെന്ന് അറിഞ്ഞപ്പോ അവൾക്ക് വന്നേ പറ്റൂ. ഭയങ്കര വാശിയാ. എന്നാ പിന്നെ കൊണ്ടോകാന്ന് വിചാരിച്ചു. ഡ്രസ്സ് മാത്രല്ല ട്ടോ കുറച്ച് അർജന്റ് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ദേ ഇപ്പളൊക്കെ ഭയങ്കര സന്തോഷാണ്. തിരിച്ചു വരുമ്പോൾ അവളുടെ ഒരു മുഖം നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം ട്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവള് തിരിച്ചു വന്നത്. ഈ ഒരു ഭാഗത്ത് ചില സമയങ്ങളിൽ ആന ഇറങ്ങാറുണ്ട് ട്ടോ. നാടുകാണിന്ന് വരുന്ന ആനയാണ്. അങ്ങനെ ഞങ്ങളിത് എടക്കര എത്തി ഡ്രസ്സ് എടുത്തു. തനുക്കുട്ടിക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു ട്ടോ. ഡ്രസ്സെല്ലാം എടുത്ത് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്ന് നേരെ പോയത് ജ്യൂസ് കുടിക്കാനായിരുന്നു. തനുക്കുട്ടിക്ക് ഇതേ ഇപ്പൊ തന്നെ കുറുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവള് കസേരയിൽ ഇരിക്കുന്നില്ല, ജ്യൂസ് കൊടുത്തിട്ട് കുടിക്കുന്നില്ല, പഴംപൊരി വേണ്ട. അങ്ങനെ അതെ ഞങ്ങളെല്ലാവരും ജ്യൂസൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. തനുക്കുട്ടിക്ക് നോക്കി എന്നെ ഒരു സാധനം വാങ്ങാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അവൾക്ക് കാണുന്ന ഓരോ സാധനങ്ങൾ വേണം. അങ്ങനെ അതേ വാശി പിടിച്ച് അവസാനം അവൾ തുടങ്ങി ഗൈസ്. അവളുടെ വാശിയും കുറുമ്പും തുടങ്ങി. കൈ പിടിച്ച് കൂടെ വരുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര കുറുമ്പ് നോക്കിയാൽ നിങ്ങൾ ഭയങ്കര കരച്ചിലാണ് അവള്. തനുക്കുട്ടിക്ക് ചില സമയം എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് വേണമെന്ന് ഭയങ്കര വാശിയാണ്. ഞാനാണെങ്കിൽ ആ ഒരു സ്വഭാവം തീരെ സപ്പോർട്ട് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ വാങ്ങി കൊടുക്കാറില്ല. അവൾക്ക് വേണ്ടത് ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട്. പക്ഷേ അനാവശ്യത്തിന് വാശി പിടിച്ചാൽ വാങ്ങി കൊടുക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.